പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി ഹഖ്ഖ ഹംദിഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദിഹി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 169 വചനത്തിൽ ഇനി പഠിക്കുവാനുള്ള ഭാഗം വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ എന്നുള്ളതാണ്. ഈ വചനത്തിൽ ശൈത്താൻ കൽപ്പിക്കുന്ന തിന്മകളിൽ 3 വിഷയങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വതആല എണ്ണിയത്. അതിൽ ഒന്ന് അസ്സൂ, രണ്ടാമത്തേത് അൽ ഫഹ്ഷ, മൂന്നാമത്തേത് അൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ. അൻ തഖൂലു, നിങ്ങൾ പറയുവാൻ, അലല്ലാഹ്, അല്ലാഹുവിൻ്റെ പേരിൽ, മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്തതെല്ലാം. തുടക്കത്തിൽ വാവ് വന്നു, വ അൻ തഖൂലു. ശൈത്താൻ കൽപ്പിക്കുന്ന കാര്യങ്ങളിൽ സൂയിലേക്കും ഫഹ്ഷയിലേക്കും അത്ഫ് ചെയ്ത് ചേർത്ത് പറയുവാനാണ് ഇവിടെ വാവ് വന്നത്. സൂ കൊണ്ടും ഫഹ്ഷാഉ കൊണ്ടും. പിന്നെ വ അൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, അല്ലാഹുവിൻ്റെ പേരിൽ നിങ്ങൾക്കറിയാത്തതെല്ലാം നിങ്ങൾ പറയാനും മാത്രമാണ് ശൈത്താൻ കൽപ്പിക്കുന്നത്. ഇവിടെ മാ ലാ തഅലമൂൻ എന്നിടത്ത് തഅലമൂൻ നിങ്ങൾ അറിയുന്നു, ലാ തഅലമൂൻ നിങ്ങൾ അറിയുന്നില്ല. എന്താണ് ആ അറിയാത്ത കാര്യം? ലാ തഅലമൂൻ എന്നതിൻ്റെ മഫ്ഊൽ, കർമ്മം ഇവിടെ പറയപ്പെട്ടിട്ടില്ല. അത് മാ ലാ തഅലമൂൻ എന്നതിൽ മാ മൗസൂലയാണ്, അതിലേക്ക് മടങ്ങേണ്ട സർവനാമമാണ്, ദമീറാണ്. അതുകൊണ്ട് ഉദ്ദേശം എന്താണ്? ചില പണ്ഡിതർ പറഞ്ഞത് മാ ലാ തഅലമൂൻ അന്നഹു മിൻ ഇൻദില്ലാഹ്, അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ് എന്ന് നിങ്ങൾക്കറിയാത്തതെല്ലാം നിങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ പറയലാണ്. മാ ലാ തഅലമൂൻ അന്നഹു യുർദീഹ്, താൻ പറയുന്നത് അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുന്നതാണെന്ന് അറിയാത്തതെല്ലാം അള്ളാഹുവിനെ കുറിച്ച് പറയലാണ്. ഇങ്ങനെയും അന്നഹു യഅ്മുറു ബിഹി, അള്ളാഹു ഇത് കൊണ്ട് കൽപ്പിച്ചതാണ് എന്ന് അറിയാത്ത കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ പറയലാണെന്നും ഇവിടെ വിവക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഹലാൽ ഹറാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇവിടെ പ്രത്യേകം ഉദ്ദേശമാണല്ലോ. അതുകൊണ്ട് തന്നെ മാ ലാ തഅലമൂൻ അന്നല്ലാഹ ഹറമഹു ഔ ഹല്ലലഹു, അള്ളാഹു സുബ്ഹാനഹു വതആല ഇന്നത് ഹറാമാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇന്നത് ഹലാലാക്കിയിരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാത്തത് അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾ പറയുക. അപ്പോൾ അത് അള്ളാഹുവിൻ്റെ പേരിൽ ഖെദിബാണ്, കളവാണ്, ഇഖ്തിലാഖാണ്, വ്യാജമായി ജൽപ്പിക്കലാണ്. അതുകൊണ്ട് തന്നെ വ അൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ വ്യാജം കെട്ടിച്ചമക്കുവാൻ, കളവ് പറയുവാൻ ശൈത്താൻ കൽപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശം. അൻ തുഹർരിമു അലാ അൻഫുസിക്കും മാ ലം യുഹർരിമുഹുല്ലാഹു അലൈക്കും, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ മേൽ ഹറാമാക്കിയിട്ടില്ലാത്തത് നിങ്ങൾക്ക് ഹറാമാക്കലാണ് ഈ ആയത്തിൻ്റെ വിവക്ഷയെന്നും അൻ തജഅലൂ ലഹു ശരീകൻ, അള്ളാഹുവിന് പങ്കാളികളെ നിങ്ങൾ നിശ്ചയിക്കലാണ് ഉദ്ദേശം. ഇങ്ങനെ 2 ഉദ്ദേശം ഇവിടെ ഉണ്ട് എന്ന് ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചിട്ടുണ്ടോ? അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുന്നതാണോ? അള്ളാഹു സുബ്ഹാനഹു വതആല ഹലാലാക്കിയതാണോ? അവൻ ഹറാമാക്കിയതാണോ? അവൻ വിധിച്ചതാണോ? അവൻ നിശ്ചയിച്ചതാണോ? ഇതൊന്നും ധാരണയില്ലാത്ത, അറിവില്ലാത്ത, ബോധ്യമില്ലാത്ത വിഷയങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആലാൻ്റെ പേരിൽ പറയുന്നത്, വിധിക്കുന്നത്, ഇതാണ് ഇവിടെ ഉദ്ദേശം. ശൈത്താൻ അതിന് കൽപ്പിക്കും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ഒരു ആകത്തുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ മൊത്തത്തിൽ അറിവില്ലാത്തത് അള്ളാഹുവിനെ കുറിച്ച് പറയുവാൻ ശൈത്താൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ പേരിൽ വ്യാജം പറയുന്ന, കളവ് പറയുന്ന വിഷയങ്ങൾ അത് പലയിടത്ത് വിശദമാക്കിയിട്ടുണ്ട്, വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മൾ സൂറത്തുൽ മാഇദയിലെ 103 വചനം, യാ അയ്യുഹന്നാസു കുലൂ മിമ്മാ ഫിൽ അർദി ഹലാലൻ തയ്യിബ എന്ന ആയത്ത് വിശദീകരിക്കവേ അവതരണ പശ്ചാത്തലത്തിൽ പ്രത്യേകം പറഞ്ഞ ഒരു കാര്യമാണ്. ബഹീറത്ത്, സായിബത്ത്, വസീലത്ത്, ഹാം എന്നിവയെ അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചു തന്നിട്ടില്ല. പിന്നെയോ വലാകിന്നല്ലദീന കഫറൂ യഫ്തറൂന അലല്ലാഹിൽ കദിബ്, അവിശ്വസിച്ചവർ അല്ലാഹുവിൻ്റെ പേരിൽ വ്യാജം കെട്ടിപ്പറഞ്ഞതാണ് ഇവയെല്ലാം എന്നറിയിക്കുന്ന ആയത്ത് പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടിപ്പറയുന്നതിൽപ്പെട്ടതാണ് ഇപ്പറയപ്പെട്ട നേർച്ച മൃഗങ്ങളെ നേർന്നിടുന്ന, നിശ്ചയിക്കുന്നതായ, എന്നിട്ട് അവയെ തങ്ങൾക്ക് തിന്നാനും
കുടിക്കാനും സവാരി ചെയ്യാനും ഒക്കെ നിഷിദ്ധമാക്കുന്ന വിഷയം. അതുപോലെ സൂറത്ത് ആറാഫിന്റെ 28-ാം വചനത്തിൽ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ പല നീചകൃത്യങ്ങളും ചെയ്യുമായിരുന്നു. ഉടുമുണ്ടില്ലാതെ പൂർണ്ണ നഗ്നമായി കഅബ തവാഫ് ചെയ്യുക എന്നത് പോലും അവർക്കുണ്ടായിരുന്നു. ഈ വിഷയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഇദാ ഫഅലു ഫാഹിശതൻ ഖാലു വജദ്നാ അലൈഹി ആബാഅന വല്ലാഹു അമറനാ ബിഹാ. അവർ വല്ല നീചവൃത്തിയും ചെയ്യുകയായാൽ ഞങ്ങളുടെ പൂർവ്വപിതാക്കളെ ഞങ്ങൾ ഇങ്ങനെയാണ് കണ്ടിട്ടുള്ളത് എന്നവർ പറയും. അള്ളാഹു ഇതുകൊണ്ട് ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു എന്നും അവർ പറയും. അതിനോട് പ്രതികരിക്കുകയാണ്, ഖുൽ ഇന്നല്ലാഹ ലാ യഅ്മുറു ബിൽ ഫഹ്ശാ അതഖൂലൂന അലല്ലാഹി മാ ലാ തഅലമൂൻ. പറയുക, തീർച്ചയായും അള്ളാഹു നീചവൃത്തികൾ കൊണ്ട് കൽപ്പിക്കുകയില്ല. നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾക്കറിയാത്തത് അള്ളാഹുവിന്റെ പേരിൽ ജൽപ്പിക്കുകയാണോ, പറയുകയാണോ? ഇതുപോലെ പല വചനങ്ങൾ. അള്ളാഹുവിന് സന്തതിയെ സ്വീകരിച്ച മുശ്രിക്കുകളുടെ ആദർശത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഇൻ ഇൻദകും മിൻ സുൽത്താനിൻ ബിഹാദാ അതഖൂലൂന അലല്ലാഹി മാ ലാ തഅലമൂൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല സന്തതിയെ സ്വീകരിച്ചു എന്നതിന് നിങ്ങൾക്ക് വല്ല തെളിവും ഉണ്ടോ? നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾക്കറിയാത്തത് ജൽപ്പിക്കുകയാണോ, പറയുകയാണോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. ഇതേപോലെ വിവരദോഷികളായി ഭോഷ്കന്മാരായി സ്വന്തം മക്കളെ കൊന്ന് പതിതരായവർ, അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞ റിസ്കിനെ തങ്ങൾക്ക് നിഷിദ്ധമാക്കിയവർ അള്ളാഹു പറഞ്ഞില്ലേ അവരെക്കുറിച്ച്, ഖദ് ഖസിറല്ലദീന ഖതലൂ ഔലാദഹും സഫഹൻ ബിഗൈരി ഇൽം വഹറമൂ മാ റസഖഹുമുല്ലാഹു ഇഫ്തിറാഅൻ അലല്ലാഹ് ഖദ് ദല്ലൂ വമാ കാനൂ മുഹ്തദീൻ. ഇതിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഫ്തിറാഅൻ അലല്ലാഹ്, അള്ളാഹുവിൻ്റെ പേരിൽ വ്യാജം കളവ് കെട്ടിച്ചമച്ചാണ് അവർ ഈ കാര്യങ്ങൾ ചെയ്തത്. മക്കളെ കൊന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അന്നം തങ്ങൾക്കവർ ഹറാമാക്കിയത്. ഇങ്ങനെ പല വിഷയങ്ങൾ വിശുദ്ധ ഖുർആനിൽ. എന്താണ് ഇത്തരം ആളുകൾ തങ്ങൾക്ക് അറിവില്ലാത്തത് അള്ളാഹുവിൻ്റെ പേരിൽ പറഞ്ഞുകൂട്ടിയത്, ജൽപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തത് എന്നത് വിശുദ്ധ ഖുർആനിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ എന്നത് ശൈത്താൻ കൽപ്പിക്കുന്ന ഏറ്റവും വലിയ പാപമാണ്, പാതകമാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വൽ ഖൗലു അലല്ലാഹി ബിഗൈരി ഇൽമിൻ യഉമ്മുൽ ഖൗല അലൈഹി സുബ്ഹാനഹു ഫി അസ്മാഇഹി വസിഫാതിഹി വഅഫ്ആലിഹി വഫി ദീനിഹി വശർഇ. അറിവില്ലാത്തത് അള്ളാഹുവിൽ ആരോപിക്കുക, അള്ളാഹുവിൻ്റെ പേരിൽ പറയുക എന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ, അള്ളാഹുവിൻ്റെ പ്രവൃത്തികളിൽ, അള്ളാഹുവിൻ്റെ ദീനിൽ, അവൻ്റെ ശറഇൽ ഒക്കെ അറിവില്ലാത്തത് പറയുന്നതിനെ പൊതുവെ ഉൾക്കൊള്ളുന്നു. വഖദ് ജഅലഹു സുബ്ഹാനഹു മിൻ അഅ്ദമിൽ മുഹറമാത്ത്. അള്ളാഹുവിൻ്റെ പേരിൽ അറിയാത്തത് പറയൽ ഹറാമുകളിൽ ഏറ്റവും കൊടിയതാക്കിയിരിക്കുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല. അതാണ് ഏറ്റവും കൊടിയ പാതകം. ബൽ ജഅലഹു ഫിൽ മർത്തബത്തിൽ ഉലിയ മിൻഹ. നിഷിദ്ധങ്ങളുടെ ഗണത്തിൽ ഏറ്റവും ഉയർന്ന പടിയിലാണ് ഈ ഒരു കുറ്റത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത്. എന്നിട്ട് അദ്ദേഹം അതിൻ്റെ തെളിവ് ഉദ്ധരിക്കുന്നത് സൂറത്ത് ആറാഫിലെ വചനമാണ്. ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ് മാ ബഹറ മിൻഹാ വമാ ബതൻ വൽ ഇസ്മ വൽ ബഗ്യ ബിഗൈരിൽ ഹഖ് വഅൻ തുശ്രികൂ ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഖുൽ ഇന്നമാ ഹറമ റബ്ബി അൽ ഫവാഹിഷ്, എൻ്റെ റബ്ബ് നീചവൃത്തികളെ ഹറാമാക്കിയിരിക്കുന്നു. മാ ബഹറ മിൻഹാ വമാ ബതൻ, അതിൽ പരസ്യമായതും രഹസ്യമായതും എല്ലാം. വൽ ഇസ്മ വൽ ബഗ്യ ബിഗൈരിൽ ഹഖ്, വൽ ഇസ്മ അധർമ്മം, വൽ ബഗ്യ ബിഗൈരിൽ ഹഖ് അന്യായമായിട്ടുള്ള അതിക്രമം, കയ്യേറ്റം. വഅൻ തുശ്രികൂ ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന, യാതൊരു പ്രമാണവും അള്ളാഹു അവതരിപ്പിച്ചിട്ടില്ലാത്തതെല്ലാം അള്ളാഹുവിൽ പങ്കുചേർക്കൽ. വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്തതെല്ലാം അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾ പറഞ്ഞുണ്ടാക്കൽ. ഇവിടെ ഈ വിശുദ്ധ വചനത്തിൽ നോക്കൂ നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധങ്ങളെ എണ്ണിയത് ഗൗരവത്തിൽ താഴെ നിന്ന് മുകളിലേക്കാണ് ക്രമം ഈ വചനത്തിൽ വന്നത്. ശിർക്കിനേക്കാൾ കടുത്ത കുറ്റം ഈ ക്രമത്തിൽ നമ്മൾ വായിക്കുന്നത് വഅൻ തുശ്രികൂ ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന എന്ന് കഴിഞ്ഞ് അതിനേക്കാൾ ഗൗരവപ്പെട്ട വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ എന്നുള്ള വിഷയമാണ്, എന്ന പാപമാണ്. ഈ വിഷയത്തിൽ വചനങ്ങൾ വേറെയും വിശുദ്ധ ഖുർആനിലുണ്ട്. ഇത് ആലാമുൽ മുവഖ്ഖഈൻ എന്ന ഇബ്നുൽ ഖയ്യിമിന്റെ കിതാബിൽ നിന്ന്, അദ്ദേഹത്തിന്റെ മദാരിജുസ് സാലിക്കീൻ എന്ന കിതാബിൽ അദ്ദേഹം ഈ ഒരു കുറ്റകൃത്യത്തെക്കുറിച്ച് പറയുന്നത്, ഫലൈസ ഫി അജ്നാസിൽ മുഹറമാതി അഅ്ളമു ഇൻദല്ലാഹി മിൻഹു വല അശദ്ദു ഇസ്മൻ. നിഷിദ്ധങ്ങളുടെ വകുപ്പിൽ
ഇതിനോളം കടുത്തത് അള്ളാഹുവിങ്കൽ മറ്റൊന്നില്ല. പാപം കൊടിയതായും മറ്റൊരു പാപമില്ല എന്നുള്ളതാണ്. വഹുവ അസ്ലു ശിർക്കി വൽ കുഫ്ർ, ഷിർക്കിന്റെയും കുഫറിന്റെയും അടിസ്ഥാനം ഈ കുറ്റകൃത്യമാണ്. വഅലൈഹി ഉസ്സിസത്തിൽ ബിദ്ഉ വദ്ദലാലാത്ത്, ബിദ്അത്തുകളും വഴികേടുകളും ഈ കുറ്റകൃത്യത്തിന്മേലാണ് സ്ഥാപിതമായത്. ഫകുല്ലു ബിദ്അത്തിൻ മുദില്ലത്തിൻ ഫിദ്ദീൻ, ഈ ദീനിൽ വഴികെട്ട എല്ലാ ബിദ്അത്തുകളും അസാസുഹൽ ഖൗലു അലല്ലാഹി ബിലാ ഇൽം, അറിവില്ലാത്തത് അള്ളാഹുവിനെ കുറിച്ച് പറയുക എന്നതാണ് അതിന്റെ അടിസ്ഥാനം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, ഫമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ, അള്ളാഹുവിന്റെ പേരിൽ വ്യാജം കെട്ടിപ്പറയുന്നവനേക്കാൾ വലിയ അക്രമി ആരാണുള്ളത് എന്ന് പല വചനങ്ങളിലാണ് ഈ ഒരു ചോദ്യം അള്ളാഹുവിൽ നിന്ന് വന്നിട്ടുള്ളത്. ആ ചോദ്യം അവരെക്കാൾ വലിയ അക്രമി മറ്റാരുമില്ല എന്നുള്ളത് ബോധ്യപ്പെടുത്താനാണ്. കുറ്റം കടുത്തതാണ്, അതിനാൽ ശിക്ഷയും അവർക്കുള്ള വിധിയും അതികഠിനമാണ്. വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ, അള്ളാഹുവിന്റെ പേരിൽ വ്യാജം കെട്ടിപ്പറയുന്നവനേക്കാൾ കൊടിയ അക്രമി ആരുണ്ട്? ഉലൈക യുറദൂന അലാ റബ്ബിഹിം, അവർ തങ്ങളുടെ റബ്ബിങ്കൽ പ്രദർശിപ്പിക്കപ്പെടും. വയഖൂലുൽ അശ്ഹാദു ഹൗലാഇ അല്ലദീന കദബു അലാ റബ്ബിഹിം, സാക്ഷികൾ പറയും ഇക്കൂട്ടർ തങ്ങളുടെ റബ്ബിനെ കുറിച്ച് കളവ് പറഞ്ഞവരാകുന്നു. അപ്പോൾ അതിനോടുള്ള പ്രതികരണം അലാ ലഅനതുല്ലാഹി അലദ്ദാലിമീൻ, അള്ളാഹുവിന്റെ ലഅനത്ത് ഈ അക്രമികളുടെ മേലാകുന്നു എന്ന്. മറ്റൊരു വചനത്തിൽ വയൗമൽ ഖിയാമത്തി തറല്ലദീന കദബു അലല്ലാഹി വുജൂഹുഹും മുസ്വദ്ദ, അന്ത്യനാളിൽ അള്ളാഹുവിനെ കുറിച്ച് കളവ് പറഞ്ഞവരെ നിനക്ക് കാണാം, അവരുടെ മുഖങ്ങൾ ഇരുട്ടുപാഞ്ഞതായി കറുത്തിരുണ്ടതായി. അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ. നഊദു ബില്ലാഹ്. അലൈസ ഫീ ജഹന്നമ മസ്വൽ ലിൽ മുതകബ്ബിരീൻ, അഹങ്കാരികൾക്കുള്ള അഭയം ജഹന്നം അല്ലേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. ഇവർക്ക് നരകശിക്ഷയാണ്, ഇവർ അഹങ്കാരികളാണ് എന്നൊക്കെ ഈ പ്രയോഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ യുഫ്ലിഹൂൻ, അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടി പറയുന്നവർ വിജയിക്കുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് പറയുകയാണ്. ഇങ്ങനെ പല വചനങ്ങൾ ഈ ഒരു വിഷയത്തിൻ്റെ ഗൗരവം അറിയിക്കാൻ, ആ വിഷയത്തിൽ താക്കീത് നൽകാൻ, മുന്നറിയിപ്പേകാൻ ഒക്കെ നമ്മൾ വിശുദ്ധ ഖുർആനിൽ വായിക്കുന്നു. അതിനാൽ തന്നെ അള്ളാഹുവിൻ്റെ പേരിൽ അറിയാത്തത് പറയുക എന്നുള്ളത്, അതിൻ്റെ മേഖലകൾ, വിഷയങ്ങൾ നമ്മളിവിടെ ശ്രവിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സത്തയെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെക്കുറിച്ച്, അവൻ്റെ ശറഅിനെക്കുറിച്ച്, ശരീഅത്തിനെക്കുറിച്ച്, ഹലാൽ ഹറാം വിഷയങ്ങൾ, ഇതിലൊക്കെയും അറിവില്ലാത്തത് പറയൽ അള്ളാഹു കൽപ്പിച്ചതാണോ, അവന് വിലക്കിയതാണോ, അള്ളാഹ്ക്ക് തൃപ്തിയുള്ള കാര്യമാണോ, അള്ളാഹു ഹലാലാക്കിയതാണോ, അള്ളാഹു ഹറാമാക്കിയതാണോ, അള്ളാഹു സുബ്ഹാനഹു വ തആല വിധി അവതരിപ്പിച്ചതാണോ, അള്ളാഹുവിൽ നിന്ന് വഹയുള്ള വിഷയമാണോ, ഇതറിയാത്തത് അള്ളാഹുവിൻ്റെ പേരിൽ പറയുക എന്നുള്ളതാണല്ലോ ഇവിടുത്തെ വിഷയം. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളിലൊക്കെ സംസാരിക്കുന്നത് ഏറെ ഗൗരവപ്പെട്ട വിഷയമാണ്. വഹയിനാൽ സ്ഥിരപ്പെട്ടത്, വിശുദ്ധ ഖുർആനിൽ വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് തിരിചര്യയായി സ്ഥിരപ്പെട്ടത്, നമ്മൾ അറിഞ്ഞത് ബോധ്യപ്പെട്ടത് മാത്രമേ പറയാവൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ എങ്ങനെയായിരുന്നു ഇത്തരം വിഷയങ്ങളിൽ? ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ വന്നു. എന്നിട്ട് അയാൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അയ്യുൽ ബുൽദാനി ശർറുൻ, നാടുകളിൽ ഏതൊരു ഇടമാണ് ഏറ്റവും മോശമായ സ്ഥലം? ഉടൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതികരണം ലാ അദ്രി, എനിക്കറിയില്ല. അങ്ങനെ ഫലമ്മ അതാഹു ജിബ്രീലു അലൈഹിസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ജിബ്രീൽ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീലിനോട് യാ ജിബ്രീലു അയ്യുൽ ബുൽദാനി ഷർറുൻ, ഏത് നാടാണ്, നാട്ടിൽ ഏത് ഇടമാണ് ഏറ്റവും മോശമായ ഷർറായ ഇടം? അപ്പൊ ജിബ്രീൽ ലാ അദ്രി, എനിക്കറിയില്ല. ഹത്താ അസ്അല റബ്ബി അസ്സ വജൽ, എൻ്റെ റബ്ബ് അസ്സ വജല്ലയോട് ഞാൻ ചോദിക്കട്ടെ. നോക്കൂ നിങ്ങൾ, ജിബ്രീൽ പറയുകയാണ് ലാ അദ്രി. അങ്ങനെ ഫന്തലക ജിബ്രീലു അലൈഹിസ്സലാം സുമ്മ മകസ മാഷാ അല്ലാഹു വയംകുസ്, അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പോയി. എന്നിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കുറേ സമയം തങ്ങി, പെട്ടെന്ന് തന്നെ വന്നില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ആദരവും ബഹുമാനവും നിമിത്തം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം സാവകാശത്തിൽ അവസരത്തിലെത്താണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത്, കാര്യങ്ങൾ അറിയുന്നത്. സുമ്മ ജാഅ ഫഖാൽ, പിന്നെ ജിബ്രീൽ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യാ മുഹമ്മദ് ഇന്നക സഅൽതനി അയ്യുൽ ബുൽദാനി ശർ, താങ്കൾ എന്നോട് ചോദിച്ചു നാടുകളിൽ ഏതിടമാണ് ഏറ്റവും മോശമെന്ന്. ഫഖുൽതു, അപ്പൊ ഞാൻ പ്രതികരിച്ചു ലാ അദ്രി, എനിക്കറിയില്ല. വ ഇന്നി സഅൽതു റബ്ബി അസ്സ വജല്ല അയ്യുൽ ബുൽദാനി ശർ, എൻ്റെ റബ്ബ് അസ്സ വജല്ലിനോട് ഞാൻ ഏത് ഇടമാണ് ഏറ്റവും ഷർറായതെന്ന് ചോദിച്ചു. ഫഖാൽ, അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അസ്വാഖുഹ, അവിടെയുള്ള മാർക്കറ്റുകൾ, സൂക്കുകൾ എന്ന്.
സഹോദരന്മാരെ, ഈ ഒരു ചരിത്രം ഇത് നമ്മോട് പറയുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ ചോദിക്കപ്പെട്ടൊരു വിഷയത്തിൽ ലാ അദ്രി എന്ന് പ്രതികരിച്ചതാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കപ്പെട്ടൊരു വിഷയത്തിൽ ജിബ്രീൽ ലാ അദ്രി എന്ന് പ്രതികരിച്ചതാണ്. ഹത്ത അസ്അല റബ്ബി, എൻ്റെ റബ്ബിനോട് ഞാൻ ചോദിക്കട്ടെ, ചോദിച്ച് തിട്ടപ്പെടുത്തി പിന്നെയാണ് പ്രതികരിക്കുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യരൂപം പൂണ്ടുവന്ന് ദീൻ പഠിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത് ചേർന്നിരുന്ന് ചോദിച്ച ചോദ്യങ്ങളിൽ അറിയുന്നതിനോടെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചു. മൽ ഇസ്ലാം വമൽ ഈമാൻ വമൽ ഇഹ്സാൻ, ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ മറുപടി പറഞ്ഞു. പക്ഷെ ജിബ്രീൽ യാ മുഹമ്മദു അഖ്ബിർനി മതസ്സാഅ, മുഹമ്മദ് എന്നോട് പറയൂ എപ്പോഴായിരിക്കും അന്ത്യനാൾ സംഭവിക്കുക? ഹദീസിന്റെ നിവേദനത്തിൽ കാണാം ഫനകസ ഫലം യുജീബുഹു ഷൈഅൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലതാഴ്ത്തി ഇരുന്നു, ഒരു മറുപടിയും നൽകിയില്ല. സുമ്മ ആദ്, വീണ്ടും ജിബ്രീൽ ചോദിച്ചു യാ മുഹമ്മദു അഖ്ബിർനി മതസ്സാഅ, അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലം യുജീബുഹു ഷൈഅൻ, ഒന്നും മറുപടി നൽകിയില്ല. വീണ്ടും സുമ്മ ആദ്, ജിബ്രീൽ ചോദിച്ചു അഖ്ബിർനി മതസ്സാഅ ഫലം യുജീബുഹു ഷൈഅൻ, 3 തവണയും തലതാഴ്ത്തിയിരുന്നു, ഒന്നും ഉത്തരം നൽകിയില്ല. മൂന്നാമത് ചോദിച്ചപ്പോൾ പിന്നെ വറഫഅ റഅ്സഹു ഫഖാൽ, അവിടം തല ഉയർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ്സാഇൽ, ചോദിക്കുന്ന ആളേക്കാൾ ചോദിക്കപ്പെടുന്നവൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഉദ്ദേശിച്ച് പറയുകയാണ്, അറിവുള്ളവനല്ല എന്ന്. ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ ഇമാം യഹ്യ ഇബ്നു ഷറഫ് അൻ-നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, യുസ്തംബതു മിൻഹു അന്നൽ ആലിം ഇദാ സുഇല അമ്മാ ലാ യഅലം, ഇതിൽ നിന്ന് പിടിച്ചെടുക്കപ്പെടും ഒരു പണ്ഡിതൻ തനിക്കറിയാത്തത് ചോദിക്കപ്പെട്ടാൽ യുസർരിഹു ബിഅന്നഹു ലാ യഅലമുഹു, അവൻ തുറന്നു പറയണം അവനതറിയില്ല എന്ന്. വലാ യകൂനു ഫീ ദാലിക നഖ്സു മിൻ മർതബതിഹി, അങ്ങനെ തനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ തൻ്റെ പദവിയിൽ ഒരു കുറവും ഒരു കോട്ടവും ഉണ്ടാവുകയില്ല. ബൽ യകൂനു ദാലിക ദലീലൻ അലാ മസീദി വറഇഹി, അറിയാത്തത് അറിയില്ല എന്ന് പറയുന്നതിൽ അയാളുടെ സൂക്ഷ്മതയുടെ വർധനവിനുള്ള തെളിവാണുള്ളത്, അല്ലാതെ അയാൾ കുറവുള്ളവനാണ് എന്നുള്ളതിന് തെളിവല്ല എന്നാണ് ഇമാമുൻ നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ചരിത്രമാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയോട് 40 മസ്അല ചോദിച്ച ചരിത്രം. 40ൽ കൂടുതൽ മസ്അലകൾക്കും അദ്ദേഹം ലാ അദ്രി എന്ന് പറഞ്ഞു. ചോദ്യകർത്താവ് അന ജിഇതുക മിൻ ബിലാദിൻ ബഈദ വതഹമ്മൽതു സഫറൻ, ഞാൻ വളരെ വിദൂരത്തു നിന്നാണ് വരുന്നത്, ഒരു യാത്രയുടെ പ്രയാസങ്ങളൊക്കെ ഏറ്റിട്ടാണ് ഞാൻ വരുന്നത്. വതഖുൽ ലാ അദ്രി, എന്നിട്ട് നിങ്ങൾ ലാ അദ്രി എനിക്ക് അറിഞ്ഞൂടാ എന്ന് പ്രതികരിക്കുകയോ? അപ്പൊ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് എന്താ? ഇർകബ് റാഹിലതക് വദ്ഹബ് ഇലൽ ബലദില്ലദി ജിഇത മിൻ, നിങ്ങൾ നിങ്ങളുടെ വാഹനപ്പുറത്ത് തിരിച്ചു കയറൂ, എന്നിട്ട് വന്ന നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകും. എന്നിട്ട് അവിടെ ചെന്നിട്ട് വഖുൽ ലിന്നാസ്, അവിടെയുള്ള ആളുകളോട് പറയൂ സഅൽതു മാലികൻ, ഞാൻ മാലിക്കിനോട് ചോദിച്ചു, വഖാല ലാ അദ്രി, അപ്പോൾ മാലിക് പറഞ്ഞത് എനിക്ക് അറിഞ്ഞൂടാ എന്നാണ്. അത് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അയാളെ അറിയിച്ചു വിട്ടു എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മളവിടെ പറയുന്നത് എന്താണ്? അള്ളാഹുവിൻ്റെ പേരിൽ അറിയാത്തത് പറയുക എന്നുള്ളത് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ഈ ഒരു സൂക്ഷ്മതയും അതേപോലെ ഈ ഒരു ലാ അദ്രി കാഴ്ചപ്പാടും ഇത്തരം വിഷയങ്ങൾ പറയുമ്പോൾ ഉണ്ടാകേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അദബ് നമ്മൾ കേൾക്കുകയുണ്ടായി. മാ അദ്രി തുബ്ബഉൻ അലഈനൻ കാന അംല വമാ അദ്രി ദുൽ ഖർനൈൻ അനബിയ്യൻ കാന അംല വമാ അദ്രി അൽ ഹുദൂദ് കഫാറാത്തുൻ ലിഅഹ്ലിഹാ അംല. ഒരു തിരുമൊഴിയാണിത്. അബൂ ഹുറൈറയിൽ നിന്ന് ഇമാം ഹാക്കിം മുസ്തദ്റക്കിൽ നിവേദനം ചെയ്യുന്ന സഹിഹായ ഹദീസ്. അതിൽ തിരുനബി പറയുകയാണ്, തുബ്ബ ശപിക്കപ്പെട്ടവനായിരുന്നോ അല്ലേ എന്നത് എനിക്കറിയില്ല, ദുൽ ഖർനൈൻ നബിയായിരുന്നോ അല്ലേ എനിക്കറിയില്ല, ഹുദൂദ് ശിക്ഷാവിധികൾ, ആ ശിക്ഷാവിധികൾ ഏൽക്കേണ്ടി വന്നവർക്ക് പാപങ്ങൾക്കുള്ള പരിഹാരമാകുമോ ഇല്ലേ എന്നത് എനിക്കറിയില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞതാണ്. തനിക്ക് വഹി വരുന്നത് വരെ, അള്ളാഹുവിൽ നിന്നുള്ള ബോധനം വരുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിലപാടാണ് വിഷയങ്ങളിൽ ഇങ്ങനെ. പക്ഷേ ഈ വിഷയങ്ങളിൽ ബോധനം വന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഉദാഹരണം തുബ്ബ അള്ളാഹുവിൽ നിന്നുള്ള ശാപമേറ്റ ആളാണോ അല്ലേ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ആ വിഷയത്തിൽ വഹി വന്നപ്പോൾ പറഞ്ഞു, ലാ തസുബ്ബു തുബ്ബഅൻ ഫഇന്നഹു ഖദ് കാന അസ്ലം, നിങ്ങൾ തുബ്ബഅനെ ദൂഷ്യം പറയരുതേ, മോശം പറയരുതേ, അദ്ദേഹം ഇസ്ലാം ആശ്ലേഷിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ വഹി വരുന്നത് വരെ വിഷയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തനിക്ക് അറിഞ്ഞുകൂടാത്തതിൽ തനിക്കറിയില്ല എന്ന് പറയുമായിരുന്നു. ഇങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിക്ഷണമേറ്റ് തിരുജീവിതത്തിന് സാക്ഷികളായ മഹത്തുക്കൾ. ഇതൊക്കെയും നമ്മളോട് പറയുന്നത് അറിവില്ലാത്തത് പറയാവതല്ല, പറഞ്ഞതിൽ അറിവില്ലാതെയാണ് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ അതിൽ നിന്ന് പിൻവാങ്ങുന്നതിനും അറിവിനാൽ ബോധ്യപ്പെട്ടത് സ്വീകരിക്കുന്നതിനും ഒരിക്കലും ഒരു വിശ്വാസി വിരക്തി കാണിക്കാൻ പാടില്ല
എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ പേരിൽ അറിവില്ലാത്തത് പറയുക എന്നതിൽ അള്ളാഹുവിൻ്റെ സത്തയെക്കുറിച്ച് ആളുകൾ വിവരദോഷം പറയുന്നത് സുപ്രധാനമായി മനസ്സിലാക്കേണ്ട വിഷയമാണ്. അള്ളാഹ്ക്കൊരു ഉണ്മയില്ല, അള്ളാഹു ഒരു ഊർജ്ജരൂപമാണ് എന്ന നിലക്ക് അള്ളാഹുവിൻ്റെ സത്താ വിശേഷണത്തെ നിഷേധിക്കുന്നവരില്ലേ? ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ ഖുൽ അയ്യു ഷൈഇൻ അക്ബറു ഷഹാദത്തൻ ഖുലില്ലാഹ്, അള്ളാഹുവിൻ്റെ പേരിൽ അറിവില്ലാത്തത് പറയുക എന്നതിൽ അള്ളാഹുവിൻ്റെ സത്തയെക്കുറിച്ച്, അവൻ്റെ നാമങ്ങളെക്കുറിച്ച്, അവൻ്റെ വിശേഷണങ്ങളെക്കുറിച്ച്, അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ച്, അവൻ്റെ ദീനിനെക്കുറിച്ച് ഒക്കെ സംസാരിക്കുന്നതും പറയുന്നതും ഉൾപ്പെടും എന്നത് സലക്ഷ്യം ഉദാഹരണങ്ങൾ സഹിതം പണ്ഡിതന്മാർ തഫ്സീറുകളിൽ വിശദീകരിച്ചത് നമുക്ക് വായിക്കുവാൻ സാധിക്കും. മതവിധികൾ അള്ളാഹുവിലേക്ക് ചേർക്കുന്ന വിഷയം സുപ്രധാനമായി ഇതിലേക്ക് ചേർത്ത് മനസ്സിലാക്കേണ്ട ഭാഗമാണ്. ഇന്ന കാര്യം ഹലാലാണ്, ഇന്ന കാര്യം ഹറാമാണ് എന്ന് വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിൻ്റെയും വ്യക്തമായ രേഖയും പ്രമാണവുമില്ലാതെ പറയുന്ന വിഷയം ഇന്ന് പലരും വളരെ ലാഘവത്തിൽ കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമാണത്. അതിൻ്റെ ഗൗരവം ഉണർത്തി പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്ന ഒരു സംഭവം ഇപ്രകാരം നമുക്ക് വായിക്കാൻ സാധിക്കും. ബുറൈദ അൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധസൈന്യത്തെ നിയോഗിക്കുകയായാൽ ആ സൈന്യത്തിന് നൽകുന്ന വസിയ്യത്താണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത്. തഖ്വ കൊണ്ടുള്ള വസിയ്യത്ത് നിർവഹിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഗ്സു ബിസ്മില്ലാ വഫീ സബീലില്ലാഹ് ഖാതിലു മൻ കഫറ ബില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, അള്ളാഹുവിൻ്റെ നാമത്തിൽ, അള്ളാഹുവിൽ അവിശ്വസിച്ചവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലാ തഗുല്ലു വലാ തഗ്ദിറു വലാ തുമസ്സിലു വലാ തഖ്തുലു വലീദൻ, നിങ്ങൾ ചതിച്ചെടുക്കരുത്, നിങ്ങൾ വഞ്ചന നടത്തരുത്, നിങ്ങൾ കൊല്ലപ്പെട്ടവരുടെ ശരീരങ്ങൾ വികൃതമാക്കരുത്, കുട്ടികളെ കൊല്ലരുത്. ഫൈദാ ലഖീത അദുവക മിനൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളിൽ നിന്നുള്ള നിങ്ങളുടെ ശത്രുക്കളെ കണ്ടുമുട്ടിയാൽ ഫദ്ഉഹും ഇലാ സലാസി ഖിസാൽ, അവരെ 3 വിഷയങ്ങളിലേക്ക് ക്ഷണിക്കണം എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ യുദ്ധസൈന്യത്തിനുള്ള വസിയത്ത് നൽകി. എപ്പോഴാണ് യുദ്ധം, ആരോടാണ് യുദ്ധം, അത് എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണർത്തിയതിന് ശേഷം ഇതൊരു വലിയ ഒരു ഹദീസാണ്. അതിൻ്റെ അവസാനത്തിൽ ഒരു വിഷയം, അതാണ് നമ്മളുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. വൈദാ ഹാസർത അഹ്ല ഹുസ്നിൻ ഫഅറാദൂക അൻ തുൻസിലഹും അലാ ഹുക്മില്ലാഹ് ഫലാ തുൻസിൽഹും അലാ ഹുക്മില്ലാഹ്, കോട്ടയിൽ ആശ്രിതരായ ഒരു വിഭാഗത്തെ താങ്കൾ ഉപരോധിച്ചാൽ ആ ഉപരോധിക്കപ്പെട്ടവർ അള്ളാഹുവിൻ്റെ വിധിയിൽ അവരെ ഇറക്കാൻ താങ്കളോട് ഉദ്ദേശിക്കുകയും ചെയ്താൽ, അഥവാ അള്ളാഹുവിൻ്റെ വിധി എന്താണോ അത് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് അവർ പറയുന്ന അവസ്ഥ വന്നാൽ ഫലാ തുൻസിൽഹും അലാ ഹുക്മില്ലാഹ്, അള്ളാഹുവിൻ്റെ വിധിയിൽ താങ്കൾ അവരെ ഇറക്കരുത്. ഫഇന്നകും ലാ തദ്റൂൻ മാ യഹ്കുമുല്ലാഹു ഫീഹിം, കാരണം നിങ്ങൾക്കറിയില്ല അവരിൽ അള്ളാഹു എന്താണ് വിധിക്കുന്നത് എന്ന്. ചില നിവേദനങ്ങളിൽ ഫഇന്നക ലാ തദ്രി അതുസീബു ഹുക്മല്ലാഹി ഫീഹിം അംല, അവരുടെ വിഷയത്തിലുള്ള അള്ളാഹുവിൻ്റെ ഹുക്മ് അത് ശരിയാണോ തെറ്റാണോ എന്ന് താങ്കൾക്കറിയില്ല. അതുകൊണ്ട് വലാകിൻ അൻസിലൂഹും അലാ ഹുക്മിക്കും, നിങ്ങൾ യോദ്ധാക്കൾ നിങ്ങളുടെ ഹുക്മിൽ അവരെ ഇറക്കുക. സുമ്മ ഖുദൂ ഫീഹിം ബഅദു മാ ശിഅ്തും, പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കും വിധം അതിനപ്പുറം തീരുമാനിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു എന്നാണ്. ഒരു സൈന്യത്തെ നിയോഗിച്ചയക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സൈന്യത്തിന് നൽകുന്ന വസിയ്യത്തുകൾ അതിൻ്റെ അവസാനത്തിൽ പറയുന്നൊരു വിഷയമാണ്. ശത്രുക്കൾ ഒരു കോട്ടയിൽ ആശ്രിതരായി, എന്നിട്ട് അവർ പറയുകയാണ് മുസ്ലിം സൈന്യത്തോട്, സൈനിക നേതാക്കന്മാരോട്, അള്ളാഹുവിൻ്റെ വിധി എന്താണോ അതിൽ സ്വീകരിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്, അള്ളാഹുവിൻ്റെ വിധി ഞങ്ങളോട് പറയൂ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിധി പുറത്ത് അവരെ ഇറക്കരുത്. കാരണം എന്താണ് അള്ളാഹുവിൻ്റെ വിധി അവരുടെ വിഷയത്തിൽ എന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങൾ വിധിച്ചാൽ അത് അള്ളാഹുവിൻ്റെ വിധി ആണെന്ന് തങ്ങൾക്ക് ശരി ഭവിച്ചു എന്ന് നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ വിധിയിൽ അവരെ ഇറക്കൂ, അങ്ങനെ സുൽഹിലാകൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. തഫ്സീറുകളിൽ കാണാം, ഈ സംഭവത്തെ ഉദ്ധരിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ചതാണ് എന്ന് ബോധ്യവും ഉറപ്പുമില്ലാത്ത ഒരു വിധി, ഒരു തീരുമാനം അത് അള്ളാഹുവിലേക്ക് ചേർക്കുന്നത് വ്യക്തമായ വിലക്കുള്ള വിഷയമാണ് എന്നതിൻ്റെ തെളിവാണ് ഈ സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഒരു അറിയിപ്പ്, വസിയ്യത്ത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ കാന അഹ്ലുൽ ഇൽം ലാ യതജറഊന അലൽ ഖൗൽ ബിത്തഹ്രീമി വത്തഹ്ലീൽ ഇല്ലാ ബിനസ്സി മിൻ കിതാബില്ലാഹ് ഔ സുന്നത്തി റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹറാമാക്കുന്ന വിഷയത്തിൽ, ഹലാലാക്കുന്ന വിഷയത്തിൽ അഭിപ്രായ പ്രകടനത്തിന് അവർ മുതിരുമായിരുന്നില്ല, ധൈര്യം കാണിക്കുമായിരുന്നില്ല. അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്നുള്ള ഒരു ടെക്സ്റ്റ്, തെളിവ്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിൽ നിന്നുള്ള ഒരു നസ്, വ്യക്തമായ തെളിവ് അതുണ്ടെങ്കിലല്ലാതെ എന്നാണ്. അപ്പോൾ ഏറെ ഗൗരവപ്പെട്ട വിഷയമാണ് അള്ളാഹുവിൻ്റെ പേരിൽ അറിവില്ലാത്തത്
പറയുക എന്നുള്ളത്. എല്ലാ തിന്മകളുടെയും ഷിർക്കും കുഫ്റും അടക്കം എന്തെല്ലാം തിന്മകളുണ്ടോ അതിൻ്റെയൊക്കെ മൂല കാരണം അതാണ് വ അൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ എന്നത്. സഹോദരന്മാരെ, നമ്മൾ ഈ 169 വചനത്തിൽ ശൈത്താൻ കൽപ്പിക്കുന്ന 3 കാര്യങ്ങൾ, അതുകൊണ്ട് മാത്രമാണ് ശൈത്താന്റെ കൽപ്പന എന്നാണ് ആയത്തിന്റെ ശൈലി ബോധ്യപ്പെടുത്തുന്നത്. ഇന്നമാ യഅ്മുറുകും ബിസ്സൂഇ വൽ ഫഹ്ശാ വ അൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ. സൂഅ്, ഫഹ്ശ, പിന്നെ അൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ. ഏറ്റവും ഗൗരവപ്പെട്ടതിനെയാണ് അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തിയിട്ടുള്ളത്. അതാണ് ഇന്ന് നമ്മളിവിടെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത്, ചില ചരിത്രങ്ങളുടെയും അതേപോലെ സംഭവങ്ങളുടെയും ഒക്കെ വെളിച്ചത്തിൽ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഒരു വചനം അടിസ്ഥാനപരമായ കുറേ ആശയങ്ങളെയും തത്വങ്ങളെയും പഠിപ്പിക്കുന്ന ഒരു വചനമാണ്. തഫ്സീറുകളിൽ ഈ ആയത്തിൻ്റെ വെളിച്ചത്തിലാണ് തഖ്ലീദുമായി ബന്ധപ്പെട്ട്, അനുകരണവുമായി ബന്ധപ്പെട്ട് പല അടിസ്ഥാനങ്ങളും നമ്മൾ വായിക്കുന്നത്. കുറേയധികം വിഷയങ്ങളും ചരിത്രങ്ങളും അതിലൊക്കെയുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുണ്ട്. ഒപ്പം 170 വചനത്തിൻ്റെ തഫ്സീറും അടുത്ത ക്ലാസ്സിൽ ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.